നമസ്കാരം, അമൃതാണ്. അനിമൽ മൂവിയെക്കുറിച്ച് ഞാൻ വളരെ പോസിറ്റീവായിട്ട് റിവ്യൂ ആണ്. എന്നാൽ ഒരുവിധമുള്ള ക്രിട്ടിക് റിവ്യൂവേഴ്സ് എല്ലാം വളരെ നെഗറ്റീവായിട്ടും ഇപ്പോഴും അനിമൽ എന്ന് പറയുന്ന ഒരു ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ്, ഇവൻ ആ മൂവി തുടങ്ങുമ്പോൾ പോലും ഫസ്റ്റ് സീൻ, ഒരു സിനിമകളിൽ നമ്മൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് സീൻ ഫ്രം ദ ബിഗിനിങ് ക്രിയേറ്റർ അതിനകത്ത് എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇനി വാച്ച് ചെയ്യാൻ പോണത് പക്ക അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നേ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇനി നമ്മൾ മറ്റൊരു ലോകത്തിലേക്കാണ്. നമ്മൾ ഇതുവരെ കണ്ട കൺവെൻഷണൽ മൂവി അപ്രോച്ചിലുള്ളൊരു സിനിമ അല്ല ഇത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ടെൽ ചെയ്യാൻ പോകണമെന്നുള്ളത് തുടക്കത്തിലെ ഡയറക്ടർ അത് നമ്മളുമായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്ക് അവിടെ മുതൽ തന്നെ ആ ഒരു ഡയറക്ടറുടെ ഒരു ജെന്യൂനിറ്റി എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ പറയാൻ പോണ ഇതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി അവസാനം സിനിമ മൂവി എൻഡ് ചെയ്യുമ്പോഴും നമ്മളെന്തോ കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സിനെ കളിയാക്കുന്ന രീതിയിലാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. കളിയാക്കുന്ന രീതിയിലെന്നുള്ളതല്ല, ഇത് ഒരു പക്ക അൺകൺവെൻഷണൽ അപ്രോച്ച് എന്നുള്ളത് ടെയിൽ എൻഡിലും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്ക് ആ ഒരു സിനിമയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കൽ അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ദ വേ ഹി സ്ക്രിപ്റ്റഡ് ദ മൂവി, എവ്രിതിങ് വാസ് സോ ജസ്റ്റിഫൈങ്. എന്ന് വെച്ചാൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന വയലൻസിനോടൊന്നും എനിക്ക് ഒരു യോജിപ്പുമില്ല. കാരണം വയലൻസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. എത്രയോ സിനിമകൾ എടുത്താൽ അറിയാം. ഇപ്പോൾ ലോകേഷ് കനകരാജിൻ്റെ സിനിമകൾ, ഇതിനകത്ത് വയലൻസ് അല്ലേ കാണിക്കുന്നത്. ഈ വിക്രം എന്ന സിനിമയ്ക്കകത്ത് സൂര്യ വൺ അമംഗ് ദ ബെസ്റ്റ് ആക്ടറാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. പക്ഷേ സൂര്യ അവസാനം വന്നിട്ട് വെറും കോഴിയൊന്നും അല്ലല്ലോ എടുത്ത് കാണിക്കുന്നത്, പക്ക മനുഷ്യനെ എടുത്ത് വെച്ച് കഴുത്തിറക്കുന്നതാണ് കാണിച്ചത്. അപ്പോൾ വയലൻസിന് അങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടിട്ട് തന്നെയാണ് വളരെ വലിയ ബഡ്ജറ്റ് എടുത്ത് ആളുകൾ സിനിമയ്ക്ക് വേണ്ടി കൊട്ടുന്നത്. അപ്പോൾ അത് അനിമൽ മൂവിക്കകത്ത് മാത്രമാണ് ഇത്രയും ഒരു വയലൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമൽ മൂവിക്കകത്ത് മാത്രമല്ല. ഇപ്പോൾ സാലാർ വന്ന് സാലാറിനും എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത്. പിന്നെ അനിമൽ എന്നുള്ള പേരിൽ തന്നെ സ്ട്രെസ് ചെയ്ത് എ എന്ന്, അത് വളരെ അഭിമാനത്തോടു കൂടി ഡയറക്ടർ അതിനകത്ത് എനെ സ്ട്രെസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനിമൽ മൂവി എന്തോ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം അത്യാവശ്യം നല്ല വയലൻസ് കാണിക്കുന്നുണ്ട്. അത് കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ കൊണ്ടൊന്നും ഞാൻ ഇങ്ങനെയുള്ള സിനിമകളൊന്നും കാണാറില്ല. പിന്നെ അവരും കാണരുതെന്ന് വിചാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളിന്ന് OTT അടുത്തും ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പോൾ ആക്സിഡൻ്റലിയൊക്കെ നമ്മൾ കുട്ടികളെ ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് കണ്ടുകൂടായികയൊന്നുമില്ല. അവരത് കാണണമെന്ന് വെച്ച് പർപ്പസ്ഫുള്ളി കാണണമെന്നില്ല. പക്ഷേ എങ്കിലും ഇതൊരു OTT എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗമായി. ഇനി OTTയുടെ അകത്ത് വരുമ്പോഴത്തേക്ക് സെൻസറിങ്ങും പ്രോപ്പർലി ഇല്ല, കുറച്ചും കൂടെ മാന്യമായിട്ടാണ് അതിനകത്ത്. അതായത് തിയേറ്റർ വാച്ചിൽ പബ്ലിക്കിന് എന്തൊക്കെ സെൻസർ ബോർഡ് ഒഴിവാക്കുന്നോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് OTTയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിമൽ മൂവിക്കകത്തുള്ള വയലൻസും അല്ലെങ്കിൽ അനിമൽ മൂവിയുടെ അൺകൺവെൻഷണൽ അപ്രോച്ചും ഒരു മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ മൂവീസിലും ഇത്തരത്തിലുള്ള ഇതൊരു കറണ്ട് ട്രെൻഡാണ്. അതായത് വയലൻസ് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അപജയമാണെന്നേ അത് പറയാൻ പറ്റത്തുള്ളൂ. അത് സമൂഹമാണ് മാറേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തിനെ മാറ്റാനായിട്ട് മൂവി മേക്കേഴ്സ് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം അവർക്ക് അൾട്ടിമേറ്റ്ലി ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് ആസ്പെക്ട് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അത് ബിസിനസ് ആകണമെന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ ചർച്ചയാവണം. ഈവൻ അനിമൽ മൂവിയുടെ മാർക്കറ്റിംഗ് ഞാൻ ആദ്യം മുതൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. അനിമൽ മൂവി എന്തുകൊണ്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ചർച്ചയായി എന്നുള്ളത് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ മൂവി വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കൊച്ചു ബൈറ്റുകൾ കട്ട് ചെയ്ത് അത് സിനിമ തിയേറ്ററിൽ പോയ ആളുകൾ കണ്ട് വീഡിയോ എടുത്ത് ക്യാപ്ചർ ചെയ്തിട്ടതുമായിരിക്കാം. പക്ഷെ അല്ലാതെയും കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിനിമയുടെ ഒരു നല്ല പാർട്ട് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലെങ്ങാണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ആ ഗണ്ണുമായിട്ട് വരുന്ന ഒരു സീൻ, അത് ആ ഫുൾ സീക്വൻസ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, മൂവിയുടെ പല സീക്വൻസുകളും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത രീതിയിലൊരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് തന്നെ അതൊരു മൂവിയുടെ പ്രൊമോഷണൽ പാർട്ടായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അത് കാണുമ്പോഴത്തേക്ക് അങ്ങനെ എത്രയോ പേര് ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഈവൻ ഈ ഒരു കോൺട്രവേഴ്സി വന്നതിന് ശേഷം അത് മാർക്കറ്റിൽ മൂവിയെ എത്രമാത്രം പുള്ള് ചെയ്തു എന്നുള്ളത് അത് മൂവിയെ അഡ്വേഴ്സായിട്ട് ഒരിക്കലും മാറ്റിയിട്ടില്ല. മൂവിക്ക് അതൊരു നല്ല പ്രൊമോഷണൽ ക്യാമ്പയിനായിട്ടാണ് മാറിയത്. അതിനെക്കുറിച്ച് പറഞ്ഞ നെഗറ്റീവ്സ് എല്ലാം ഇപ്പോൾ നമ്മൾ പൊതുവേ സോഷ്യൽ ഹാൻഡിൽസിലൊക്കെ വരുന്ന കോൺട്രവേഴ്സീസ് എല്ലാം അത് മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി പോലും മാർക്കറ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യത്തിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊളിറ്റീഷ്യൻസിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കോൺട്രവേഴ്സീസ് നേരിടുന്ന അവരാണ്.
പക്ഷെ ആ കോൺട്രവേഴ്സിയും അവർക്ക് അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പം ഇത് കാലം വരുത്തിയ ഒരു എന്താ പറയുക, പബ്ലിക്കിൻ്റെ ഒരു അപജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ അൺകൺവെൻഷണൽ അപ്രോച്ച് ഹിന്ദി സിനിമകളിൽ ആദ്യമായിട്ടൊന്നും അല്ല. പണ്ട് രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ഡയറക്ടർ ഇതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ ഹിന്ദി സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അത് പ്യുവർലി പ്രത്യേകിച്ച് ഒരു കൺവിൻസിങ് ആയിട്ടൊന്നും അല്ല സിനിമ വരുന്നത്. പ്യുവർലി ഇത് കാണിക്കാൻ, വയലൻസ് കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു ഫാദർ സൺ ബോണ്ടേജ്, ആ ഒരു ത്രെഡിൽ നിന്നാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എൻറ്റയർ മൂവീനെ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തുകൊണ്ട് ഒരു കുട്ടി അവൻ്റെ ഫ്രം ദ ബിഗിനിങ് ഹി സ്റ്റാർട്ടഡ് ഹിസ് ലൈഫ് ഇൻ എ വെരി ട്രാജിക് മാനർ. അതായത് അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരു കുട്ടി അവനൊരു ക്രിമിനൽ, ഒരു ആനിമലായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ളൊരു കാര്യമാണ്. അതൊരു സോഷ്യൽ മെസ്സേജായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം കുട്ടികൾ നശിച്ചു പോയ അവരുടെ ക്യാരക്ടറും മിസ്ബിഹേവിയറും അല്ലെങ്കിൽ വളരെ ക്രിമിനൽ മെൻറ്റാലിറ്റിയും ഒക്കെ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം. പാരൻസിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ബിഗിനിങ്. അപ്പോൾ പാരൻ്റൽ കെയർ ഇല്ലാതെ അല്ലെങ്കിൽ പാരൻസ് പ്രോപ്പർലി സ്നേഹം കൊടുത്തോ വളർത്താത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ആയി മാറുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എനിക്കത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഫാദറിനോടുള്ള ബോണ്ടേജ് ആണ് ഇത്രയും വലിയൊരു ക്രിമിനലിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഉണ്ടാക്കിയെടുത്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂവി അവസാനം വരെ കൺവിൻസ് ചെയ്യുന്നത് ആ ഒരു ഫാദറിൻ്റെ ലാക്കാണ്. ഫാദർ കുട്ടിക്കാലത്ത് കൊടുക്കാതിരുന്ന ഒരു സ്നേഹത്തിൻ്റെ കുറവാണ് സിനിമയുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് കോസ് ഓഫ് ദ ഓൾ ദ പ്രോബ്ലംസ് ഹാപ്പനിങ് ഇൻ ദ മൂവി. അപ്പോൾ എന്തായാലും വയലൻസ് ഞാൻ അനിമൽ സിനിമയിൽ മാത്രമല്ല കണ്ടത്. ഞാൻ കാണുന്ന റീസെൻ്റായിട്ട് കണ്ട എല്ലാ സിനിമകളിലും അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് വയലൻസ് ആണ് സിനിമയെ മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടൂളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വയലൻസ് സിനിമകൾക്കൊരു ഭയങ്കര മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് വളരെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് എല്ലാം ഇന്ന് ഉണ്ടാവുന്നതും. അതിൽ അനിമൽ സിനിമ മാത്രം ഒരു എക്സെപ്ഷൻ ഒന്നും അല്ല. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദിസ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് നെഗറ്റീവ് തന്നെയാണ് ഈ മൂവിക്കകത്ത് കാണിക്കുന്നതൊക്കെ. പക്ഷെ അതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ത്രെഡിലാണ് മൂവി എക്സ്പാൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും ഒരു മൂവി റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ ഒരു കഴിവതും അതിനകത്തുള്ള സ്പൂഫോ അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള കണ്ടൻറ്റോ ഒന്നും പറയാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അറിയാതെ പോലും ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നതെല്ലാം ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. കാരണം ഞാൻ അത്രയും ടെക്നിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഞാനൊരു മൂവി അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എനിക്ക് പ്രത്യേകിച്ച് അനിമൽ മൂവിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ ഞാൻ എല്ലാ ഇതുപോലുള്ള റിവ്യൂസിലും ഒക്കെ പറയാറുള്ളതാണ്, ഒരു കംപ്ലീറ്റ് ക്രിയേറ്ററാണ്. എഡിറ്റിങ്ങും എല്ലാ മേഖലയിലും കൈവയ്ക്കാൻ പ്രശാന്ത് നീലും ഒരു നല്ല എഡിറ്ററാണ്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും. അത് ശരിക്കും നമ്മൾ വ്യൂവർ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിൽ ഭയങ്കരമായിട്ട് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ളവരുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഡയറക്ടേഴ്സ് ഉണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ശരിക്കും ടെക്നിക്കലി അതൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡിൽ എനിക്ക് ഒരുപാട് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വൺ അമംഗ് ദ ബെസ്റ്റ് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് അനിമൽ തോന്നിയത്. ഇപ്പോൾ എന്തായാലും പുതിയ വർഷം എന്ന് പറയുന്നത് ഭയങ്കര ക്ലാസ് സിനിമകളുടെയൊക്കെ ഒരു വരവാണ്. മലക്കോട്ടെ വാലിബൻ കാണണം, പിന്നെ കത്തനാർ വരുന്നുണ്ട്, അതെന്തായാലും ബ്രില്യൻ മേക്കായിരിക്കും. അതൊരു പ്രൂവൺ ഡയറക്ടറാണ്. കുടുംബ പശ്ചാത്തലത്തിലൂടെ നമ്മളും അതിൻ്റെ ഒരു മെമ്പറായിട്ടിരുന്ന് വാച്ച് ചെയ്ത ഒരു സിനിമയാണ് ഹോം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയറക്ടറുടെ ഒരു പുതിയ ക്രിയേഷനിലൊരു ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ കങ്കുവ അല്ലേ, സൂര്യയുടെ കാങ്കുവ, പിന്നെ തങ്കളാൻ, അങ്ങനെ ഒത്തിരി സിനിമകൾ ഇനി വരാൻ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിനിടയിൽ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ധ്രുവ നക്ഷത്രം. ഇപ്പോൾ റിലീസാവുമെന്നങ്ങ് അത്രയും ആഗ്രഹിച്ച് വന്നിട്ട് സാധനം കൈവിട്ട് പോയി. പിന്നെ അതിൻ്റെ കാര്യം കട്ടപ്പുറത്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതെന്തോ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഹോട്ടലൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അതും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഞാനൊരു ഹാർഡ് കോർ GVM ഫാനാണ്. അപ്പോൾ എന്തായാലും പുതിയ കാണുന്ന സിനിമകളുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കാണുന്ന സിനിമകളുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.